ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ഒരു സോളോ മൂവി ഡേറ്റിന് പോവാണ്. രാവിലെ തന്നെ ജിമ്മിൽ പോയി വന്ന് മേലൊക്കെ കഴുകി ഇപ്പോൾ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്കിൻ കെയർ ചെയ്തുകൊണ്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ കാര്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന നൈറ്റാണ്. ഞാൻ പറ്റുവാണെങ്കിൽ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബോഡിയിൽ ഞാനിപ്പം ഈ ബി ബോഡി വൈസിൻ്റെ ഒരു AHA BHA സംഭവം അൺട്രാൻസ്ലി യൂസ് ചെയ്തു. ഇനി നമുക്ക് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യണം. ബോഡി ലോഷൻ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം, നൈക്കയുടെ. ഞാൻ ഒന്നെങ്കിൽ ബോഡി ഓയിലാണ് വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇന്ന് ഞാൻ പുറത്ത് പോവും. വീഡിയോയുടെ ഇത് കണ്ടന്റ് പറഞ്ഞില്ലല്ലോ, ഞാൻ PVR പോവാണ്. ഇന്നൊരു ഹിന്ദി ഫിലിം, ജാൻവി കപൂറിൻ്റെ ഹ്യൂജ് ഫാനാണ് ഞാൻ. സണ്ണി സൻസാരിക്ക് വരും, പക്ഷേ വരുൺ ധവാൻ ഇടയിൽ കയറുന്നു. സണ്ണി സൻസാരിക്ക് തുളസി കുമാരി, ഐ തിങ്ക് അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ആ മൂവി കാണാൻ വേണ്ടി പോവാണ്. ഒറ്റയ്ക്കാണ്, വീട്ടിൽ ആർക്കും വരാൻ താല്പര്യമില്ല, ബൈ ഹിന്ദി ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഫിലിമിന് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വരുന്നുണ്ട് ആപ്പിൾ സ്റ്റോറിൽ, അവനെന്തോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവൻ ഉച്ചയ്ക്ക് വരും, ഞാനപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് പോവും. സോ ഞങ്ങൾ കണ്ടിട്ട് അവനെ കണ്ട് കുറച്ചൊരു സംസാരിച്ചിട്ട്, ബിക്കോസ് കുറേ ആയി നമ്മൾ കണ്ടിട്ട്, ഞാൻ മൂവിക്ക് പോവും, അവൻ നേരെ പോവും. സോ ബേസിക്കലി ഞാൻ ഫിലിമിന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ബട്ട് അവനെയും കൂടെ കാണാം, അതുകൊണ്ട് ഞാൻ നേരത്തെ പോകും. 4:35 ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം അതനുസരിച്ചിട്ട് പോണം. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. കാരണം കുറേ ആയി, ഇതിപ്പം ഹോളിഡേ ആണ്, നമുക്ക് പൂജ ഹോളിഡേയും ഒക്കെ ഉള്ള ഒരു ലോങ് ലീവുള്ള ടൈമാണ്. പക്ഷെ ഞാൻ ഒരു വീഡിയോയും എടുത്തില്ല. വൈന്ന് ചോദിച്ചാൽ കുറച്ച് ഷൂട്ട് ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കൊളാബിന് ഡ്രസ്സ് അയച്ചെന്നും അതും ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്തെന്ന് കൊടുക്കണം, ഈ സൺഡേ കൊടുക്കണം. ഒരെണ്ണത്തിൻ്റെ കൊടുത്തു, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ കൊടുക്കണം. അങ്ങനെയായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ രാവിലെ ജിമ്മിൽ പോവും, 10 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങും നൈറ്റ്. അങ്ങനെ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ യൂഷ്വലി 2 മണിക്ക് കിടന്നുറങ്ങും. എഡിറ്റിംഗ് ഒക്കെ ഞാൻ രാത്രിയാണ് വോയിസ് ഓവർ കൊടുക്കാറ്. പല വീഡിയോസ് എൻ്റെ ഫോളോവർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ രാത്രി പാതിരാത്രിക്ക് ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം അതെൻ്റെ എനിക്ക് നല്ലോണം അതുകൊണ്ട് ഹെയർ ലോസ് വന്നു. അത് ഡാൻഡ്രഫും ഒരു റീസണാണ്, അല്ലാതെ ഇതും ഒരു റീസണാണ്. ഡാർക്ക് സർക്കിൾസ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ രാവിലെ ജിമ്മിൽ പോവാം. 1 സെക്കൻഡ്, ഈ ലിപ് ബാം ഇട്ടോട്ടെ. യെസ്, കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് മടി കാണിച്ചു. എടുത്താലും എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ കുറച്ച് റീസൺസ് വന്നു. ബട്ട് എന്തായാലും ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ജിമ്മിൽ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. രാവിലെ നമ്മൾ 8 മണി അടുപ്പിച്ചാവാറാകുമ്പോഴേക്ക് പോകും. ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടാവും. ഞാൻ അവിടെ ജിമ്മിൽ വർക്കൗട്ട് നമ്മൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഷ്ടി ചെയ്യുന്നുണ്ടാവും. 1.5 മണിക്കൂർ. ബാക്കി സമയം എല്ലാം കത്തി സംസാരം. പിന്നെ നമ്മളിപ്പോൾ പുഷപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് പോലെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേ ടൈം ചുമ്മാ അവിടെ കളയും. മാറ്റിൽ കിടന്ന് ഇഴഞ്ഞ് പിടിച്ച് വരാനൊക്കെ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടും ഭയങ്കര ലാഗായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജിമ്മിൽ പോയാലും. ഐ എൻജോയ്ഡ് ഗോയിങ് ടു ജിം. ലൈക്ക് ഇതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിമ്മിൽ പോകാൻ. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ പോകുന്നതിന് മുന്നേ പ്രീ വർക്കൗട്ട് മീലൊക്കെ കഴിച്ചിട്ടാണ് പോവാം. അതുകൊണ്ട് എനിക്ക് കാരണം വലുതായിട്ട് വിശപ്പ്, ചില ദിവസങ്ങളിൽ നല്ല വിശപ്പുണ്ടാവും, നന്നായിട്ട് വർക്കൗട്ട്. ഇന്നലെ ചെസ്റ്റ് ആയിരുന്നു, ഇന്നലെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്ന് ട്രൈസ് ആയിരുന്നു, അത്ര വിശപ്പില്ല. അപ്പം എന്തായാലും ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് അമ്മ പോകുന്നില്ല എന്ന് തോന്നുന്നു ഓഫീസിൽ. ഇന്ന് പോകണ്ട, അമ്മയ്ക്ക് ഓഫാണ്, ഇന്ന് ലീവാണ്. അപ്പം അതുകൊണ്ട് അമ്മ പോകുന്നില്ല. എൻ്റെ ബ്രദറും ഉണ്ട്, അതിൻ്റെ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. പക്ഷേ അവർ രണ്ടുപേരും വരുന്നില്ല എൻ്റെ കൂടെ സിനിമയ്ക്ക്. ബിക്കോസ് അവർക്ക് താല്പര്യമില്ല ഹിന്ദി സിനിമയ്ക്ക് പോകാൻ. അവന് കാന്താരയ്ക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു, ബട്ട് എനിക്ക് കാന്താരയ്ക്കും പോകാൻ താല്പര്യമില്ല. അങ്ങനെയാണ്. പിന്നെ ഒരു ഹ്യൂജ് ഹോൾ വീഡിയോ ഇസ് കമ്മിങ്. അത് കാരണം എൻ്റെ റൂം ഇപ്പോൾ ഒരു കാടാണ്. ലൈക്ക് ഇവിടെ ഈ വീഡിയോ എടുക്കുന്ന നേരെ താഴെ ഫുൾ പാഴ്സൽസിൻ്റെ കവറാണ്. അത് ഒരു ഹ്യൂജ് ഹോള് വരും. അതിന് സവാനയിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും കൂടെ വരാനുണ്ട്. അതും കൂടെ വന്നാലേ നമുക്ക് ആ ഒരു ഹോൾ വീഡിയോ ചെയ്യാൻ പറ്റും. പ്രോബബ്ലി നെക്സ്റ്റ് മന്തേ അത് കാണിക്കുന്നുള്ളൂ. എനിക്ക് നെക്സ്റ്റ് മന്ത് ആയിരിക്കും വീഡിയോ വരുന്നത്. സോ കുറേ പേർക്ക് തന്നെ ഓൺലൈൻ ഡ്രസ് കളക്ഷനൊക്കെ ചോദിച്ചില്ലേ, സോ അത് വരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ 5 മിനിറ്റോളം ഞാൻ സംസാരിച്ചു. ഇനി ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ നേരത്ത് കാണാം. ബൈ. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ റെഡിയാവാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെയാണ് പോകുന്നത്.
എൻ്റെ ഫ്രണ്ടിനെ കാണാനും ഒക്കെ ആയിട്ട്. ഞാൻ പറയുന്നതിൽ മേ ബി ഒരു ഉറക്കച്ചടം ഉണ്ടാവും, കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസം കൊണ്ട് ഇപ്പം മോർണിംഗ് ആണ് ജിമ്മിൽ പോകുന്നത്. ബിക്കോസ് സ്കൂളിലുള്ള ദിവസവും എനിക്ക് മോർണിംഗ് പോയി ശീലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ ശീലിച്ച് തുടങ്ങുന്നത്. ഐ മീൻ എന്താ പറയണത്, കാരണം ഉറക്കം വന്നിട്ടാണ് മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് ഉറക്കം വന്നിട്ട്. ഐ ഡോണ്ട് നോ ഹൗ ഐ എം ഗോണ വാച്ച് ദ മൂവി വിത്ത് ദിസ് ഉറക്കം. 4:30 സിനിമ, അപ്പോഴത്തേക്കും എൻ്റെ ഉറക്കത്തിൻ്റെ ഇത് മാറുമെന്ന് വിചാരിക്കണം. ഞാനിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് നൈറ്റ് ഉറങ്ങാൻ പറ്റില്ല. നൈറ്റ് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാൻ മോർണിംഗിൽ ജിമ്മിൽ പോകാൻ വേണ്ടി മടിക്കും. അതുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ ഞാൻ തന്നെ എന്നെ സ്വയം പുകഴ്ത്തും. സോ ഈ കുർത്തി ഞാൻ ആ ഹോൾ വീഡിയോയിൽ കാണിക്കാൻ വെച്ചതാ, ബട്ട് എനിക്കിന്ന് വേറൊന്നും ഇടാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് അങ്ങ് ഇട്ടു. ഓക്കെ, നമുക്ക് വളരെ സിമ്പിൾ കുറച്ച് മേക്കപ്പ് ചെയ്യാം. ഞാൻ സംസാരിക്കുന്നില്ല കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സോ ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ ഇപ്പോഴും കണ്ടില്ല ബിഗ് ബോസ്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് ഞാൻ വേഗം ഗെറ്റ് റെഡി ആവട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് അങ്ങോട്ട് സ്കിന്നിലങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി ഞാൻ നേരത്തെ സ്കിൻ കെയർ ചെയ്ത് വെച്ചു. ജസ്റ്റ് ടോണർ ഇട്ടു. ആൻഡ് അഫ്കോഴ്സ് ഉച്ചയ്ക്കാണ് പോകുന്നത്, നല്ലോണം സൺസ്ക്രീൻ ഇട്ടേ പറ്റുള്ളൂ. അപ്പം സൺസ്ക്രീൻ മെയിനായിട്ട് ഞാൻ സ്കിൻ കെയർ ആണ് കേട്ടോ ചെയ്തത്. മേക്കപ്പ് അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പം എന്താ മീൻസ് സ്കിന്നിൽ ഫേസിൽ ഒന്നും ചെയ്തില്ല. ലിപ്സും കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് സൺസ്ക്രീൻ ഓഫ്കോഴ്സ് ബോഡിയിലൂടെ ഇടണം. എൻ്റെ കൈ എൻ്റെ ഫേസിനെക്കാട്ടിലും 2 ഷെയ്ഡ്സ് ഡാർക്കറാണ് ടാനായിട്ട്. അപ്പോൾ അത് മാറ്റണം. പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ടു. പിന്നെ ഞാൻ കുറേ നാളായി കണ്ണിനടിയിൽ എഴുതിയിട്ട്. സോ ഞാൻ ബ്രൗൺ കാജൽ വെച്ചിട്ടാണ് കണ്ണിനടിയിൽ എഴുതിയത്. ഞാൻ എൻ്റെ കുഞ്ഞ് കണ്ണായിട്ട് മാക്സിമം അതിനെ എങ്ങനെ വലുതാക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. പിന്നെ മുടിയൊക്കെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തിട്ടു. ബട്ട് കാര്യമില്ല, ബസ്സിൽ കയറുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് പോകുമല്ലോ. ബട്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡേസി ലുക്കൊക്കെ ഇല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ഔട്ട്ഫിറ്റും. ഇത് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച ഔട്ട്ഫിറ്റാണ്. നെക്സ്റ്റ് ഹോൾ വീഡിയോ വരുമ്പോൾ അതിലുണ്ടാവും ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ പറയാം. ആൻഡ് പിന്നെന്താ പെർഫ്യൂം ഒരു മസ്റ്റ് ഹാവ് ആണല്ലോ അല്ലെങ്കിലും. ലൈക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണിത്. ആൻഡ് ജുംക്ക ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ ബാഗ് ആൻഡ് ബ്ലാക്ക് ബാഗും ആൻഡ് ഈ ഒരു ബ്ലാക്ക് ഫുഡ് വെയറുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ താഴെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് യൂഷ്വലി പോകുന്ന വഴിയിൽ നിന്നും ഞങ്ങളുടെ ലൈക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ആ ഒരു ബസ് കുറച്ച് ടേൺ ചെയ്താൽ പോയി. ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ വിഴിഞ്ഞമാണ്. അപ്പോൾ ഭയങ്കര അടുത്താണ് ബീച്ചൊക്കെ, പോർട്ടിനൊക്കെ ഭയങ്കര അടുത്താണ് ഞങ്ങൾ. സോ ഈ ഒരു ടേൺ വഴി എന്തോ ചുറ്റിയാണ് ആ ബസ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റി. ലൈക്ക് ഡബിൾ ഷെയ്ഡായിട്ടായിരുന്നു ബീച്ചിലെ ആ വാട്ടർ. എത്രത്തോളം ക്യാമറ വിസിബിളാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം പോയി. എൻ്റെ സങ്കടമാണിത്. ഞാനാണെങ്കിൽ ഒരു ബണ്ണ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബിക്കോസ് എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യാണല്ലോ. പിന്നെ ഞാൻ നേരെ പോയി ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ പോയിട്ട് ഈ ഒരു ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ അപ്പോൾ വാങ്ങിച്ചില്ല. സോ ഇപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് നേരെ മിനീസോ പോയപ്പോൾ ഞാൻ ഈ ക്യൂട്ട് ബാസ്ക്കറ്റ് കണ്ടു. പക്ഷേ എന്തിനാണ് വെറുതെ എന്ന് ഓർത്തിട്ട് ഞാനതവിടെ വെച്ചിട്ട് വന്നു. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ചെറുതായിട്ട് വിശന്നു. അങ്ങനെ ഞാൻ പോയി ഹോട്ട് വിങ്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ മൂവിക്ക് പോയി, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് PVRലാണ് പോയിട്ടുണ്ടാണ് ഓഫ്കോഴ്സ്. അപ്പം എൻ്റെ PVRൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അവരുടെ ബാത്റൂം. അതൊക്കെ കഴിഞ്ഞ് മൂവി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒന്നും കൂടെ സ്റ്റുഡിയോ പോയി. അപ്പോൾ എനിക്ക് ഇടുന്ന എല്ലാ ഔട്ട്ഫിറ്റ്സും ഇഷ്ടപ്പെട്ടു. അവിടെ കിടക്കുന്നൊക്കെ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുക്കണം തോന്നിയില്ല. ലൈക്ക് ഇതൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ പിക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ആൻഡ് എനിവേ ഈ ബ്ലാക്കും അത്യാവശ്യം നൈസാണ്, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൈ ബോഡി എന്നൊക്കെ പറയും പോലെ. ബട്ട് ഞാനത് എടുത്തില്ല. പക്ഷേ ഈ ഗ്രീൻ ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഗ്രീൻ ഷർട്ടും ഇഷ്ടപ്പെട്ടായിരുന്നു, ഒരു പിങ്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഐ വാസ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ ബോത്ത്, ബട്ട് ഫൈനലി ഞാനൊന്ന് എടുത്തു. കൺഫ്യൂസ്ഡ് വിത്ത് ദിസ് ആൻഡ് ദിസ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ടേക്ക്. ആൻഡ് ഐ ഓൾസോ ലൈക്ക് ദിസ് വൺ ആൻഡ് ഐ ഓൾസോ ലൈക്ക് ദിസ് ജീൻസ്. ബട്ട് ദ ഫാക്ട് ഇസ് എനിക്കിപ്പോൾ കുറേ ജീൻസ് ഉണ്ട്. സോ ഞാൻ ഇനിയും ജീൻസ് വാങ്ങുന്നത് ഡസൻറ്റ് മേക്ക് എനി സെൻസ് ആൻഡ് ഐ ലൂസ് മൈ വെയിറ്റ്. എനിക്ക് കുറച്ച് വയറ് ചടിയിട്ടുണ്ട് രണ്ടും. സോ അത് കുറച്ചിട്ട് ഇനി ജീൻസ് വാങ്ങിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഐ റിയലി ലൈക്ക് ദ ജീൻസ്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ ആക്സസറീസും ഫുഡ് വെയർസൊക്കെ നോക്കിയിട്ട് നിന്നു. ഞാൻ അവർക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. അവരെന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവർ വന്നിട്ട് വേണം ഇതിലേത് എടുക്കണം എന്ന് ചൂസ് ചെയ്തിട്ട് എടുത്തിട്ട്
പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ലുലുവിൽ വന്നാൽ നമ്മൾ മാൻഡേറ്ററി തിങ് ആണല്ലോ ഹൈപ്പറിൽ പോകാന്നുള്ളത്. അപ്പോൾ അഫ്കോഴ്സ് നമ്മൾ ലുലു ഹൈപ്പറിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് അൺപാക്കിങ്. ഇവിടെ ആർക്കും അങ്ങനെ ചെയ്യാൻ വലിയ താല്പര്യമില്ല. അവിടെ വെച്ചേക്കും പിന്നെ നാളെ ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അപ്പോഴേ ചെയ്യണം, എന്നാലും ഒരു സമാധാനമുള്ളൂ. സോ ഞാൻ ഡ്രസ്സ് പോലും മാറാതെ സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള, ഫ്രിഡ്ജിൽ അല്ലാത്തടത്ത് വെക്കാനുള്ള, അല്ലാത്തടത്തൊക്കെ വെക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഒരു തെറാപ്പിയാണ്. ഞാൻ വീട്ടിൽ വന്നു. അപ്പം ഞാൻ ചൂടോടെ വാങ്ങിച്ച ഡ്രസ്സ് കാണിച്ചു തരാം. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ സിനിമ കയറുന്നതിന് മുന്നേ വരെ എനിക്ക് ഒരു ഡ്രസ്സും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ജസ്റ്റ് ഒരു കളക്ഷനും ഇല്ല, ഒന്നുമില്ല എന്നുള്ള രീതിയായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഐ സോ ദ ഷർട്ട് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഐ ഓൾറെഡി ഹാവ് ഇതേപോലത്തെ സ്ട്രൈപ്സ് ഉള്ളൊരു ബ്ലൂ ഷർട്ട്. അപ്പോൾ അതും ഞാൻ സ്റ്റുഡിയോയിൽ തന്നെയാണ് വാങ്ങിച്ചത്. ആൻഡ് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ഒരു പിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ കുറേ ഡ്രസ്സ് ഈ മാസം ഓൺലൈനിൽ വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് ഹോൾ വീഡിയോ വരുമ്പോൾ കാണാം. ഞാൻ ഹോൾ വീഡിയോയിൽ ഇതും കാണിക്കുന്നതായിരിക്കും. സോ ഈ മാസം വാങ്ങിച്ച മുഴുവൻ ഡ്രസ്സാണല്ലോ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൽ വരുന്നതാണ് ഇതും. അപ്പോൾ ദ ഫാക്ടേഴ്സ് ഞാൻ കുറേ ഡ്രസ്സ് വാങ്ങിച്ചു. ഇത്രയും ഡ്രസ്സിൻ്റെ ആവശ്യം ഇല്ല എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് വാങ്ങണം. അതുകൊണ്ട് ഞാൻ ഇത് ഒരെണ്ണം മാത്രം മനസ്സോടെ ഞാൻ അവിടെ വിട്ടിട്ട് വന്നു. പിന്നെ ഒരു സംഭവം കൂടെ വാങ്ങിച്ചു. ഈ ഒരു ബ്ലൂ കളർ വരുന്ന സ്റ്റഡ്സ് ഇത് വാങ്ങിച്ചു. പിന്നെ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടാവല്ലോ ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വലിയ ടിഷ്യൂവിൻ്റെ ബോക്സ് ഒന്ന് പൊട്ടിച്ച് കിച്ചണിൽ വെച്ചു. ഇതിപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. സോ ഇത് ബൈ 4 get 2 ഫ്രീ ആണ്. സോ ഇതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ആൻഡ് ഐ എം സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ ഹിയർ ബിക്കോസ് 10 മണിയായി. ഐ സപ്പോസ് ടു സ്ലീപ്പ് റൈറ്റ് നൗ. കാരണം എനിക്ക് രാവിലെ ഞാൻ ജിമ്മിൽ പോകുന്നൊരു കുട്ടിയാണ്. സോ എനിക്ക് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 12 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്. സോ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയതിൽ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉച്ചയാകുമ്പോൾ എനിക്കിങ്ങനെ കണ്ണടഞ്ഞടഞ്ഞടഞ്ഞ് വരും. ആൻഡ് ബൈ ദ വേ സിനിമേനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അടിപൊളി സിനിമ. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ കാണുമ്പോൾ ഇത് ഹാഫ് ഹിന്ദി ഹാഫ് മലയാളം അല്ല, ലൈക്ക് മലയാളം കൂടെ ഉണ്ടല്ലോ ഇത്. അപ്പം ഞാൻ വെച്ചു ഇനിയിപ്പോൾ ഇതൊന്നും എനിക്ക് മനസ്സിലാവൂലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഓ മൈ ഗോഡ്, വരുൺ ധവാൻ ആൻഡ് ജാൻവി കപൂർ എവ്രിവൺ, ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ വിചാരിച്ചു ക്ലൈമാക്സ് സ്പോയിലർ അലർട്ടാണ്, കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ക്ലൈമാക്സ് സാഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഫണ്ണാണ്, കോമഡി എൻ്റെ ടൈപ്പ് ഓഫ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കെമിസ്ട്രിയാണ്. ഞാൻ ജാൻവിയുടെ ഔട്ട്ഫിറ്റ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജാൻവി കപൂറിൻ്റെ എത്ര പേർക്ക് പറ്റുമെന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ജാൻവി കപൂറിനെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഹേറ്റേഴ്സ് ഉണ്ട് ജാൻവി കപൂറിനെ. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ എനിക്കിഷ്ടമല്ല, ടൂ മച്ച് എക്സ്പോസിങ് എന്നൊക്കെ പറയും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് എനിക്ക് പുള്ളിക്കാരുടെ സ്റ്റൈലൊക്കെ ഇഷ്ടമാണ്. സോ യാ. അപ്പോൾ എനിവേ ഇത്രയാണ്. സിനിമയുടെയും കൂടെ 2 വാക്ക് പറയണമല്ലോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ.